ജീവിച്ചു പൊക്കോട്ടെ ഈ പാവം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിൽ എന്നൊരു വാർത്ത പുറത്തുണ്ട്. കസ്റ്റഡി ഏതായാലും ഇവിടെയും ബോബി ചെമ്മണ്ണൂരിനെ ജയ് വിളിക്കാൻ ആരൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കള്ളനും തെമ്മാടിയൊക്കെ ആയിട്ട് മാധവനോടാണല്ലോ നാട്ടുകാർക്ക് കാര്യം. ഈ വിഷയത്തിൽ പ്രതികരണം തേടിയപ്പോൾ ബോബി ചെമ്മണ്ണൂർ പറയുന്നത് ഹണിയോട് തെറ്റായ ഉദ്ദേശത്തോടെ പെരുമാറിയിട്ടില്ല എന്നാണ്. മാർക്കറ്റിംഗിനായി ചില തമാശകൾ പറയാറുണ്ട്. മാമൻ വലിയ തമാശക്കാരനാ. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരാണ് പോണത്. തിരിച്ചു വരുമ്പോ മൂന്നാമതൊരാളുണ്ട്. എന്റെ സാധനം ഞാൻ കാണിച്ചു തരാം, അതൊന്ന് ഇട്ട് നോക്ക്. എടൈ മംഗളത്തിലും മനോരമയിലൊക്കെ ഫലിത ബന്ധുക്കൾ അയച്ചു കൊടുക്കുന്ന തമാശക്കാരൻ ആയി എന്നുള്ളതാണ്. മാത്രമല്ല ഇനി അവരെ കുറിച്ച് അങ്ങനെ ഒരു കമന്റും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലെ? ഇനി അത് നിർത്തി. തീർച്ചയായിട്ടും ഇല്ല. നമ്മളിപ്പോ അതേ സെൻസിൽ എടുക്കുന്നവരുടെ അടുത്ത് നമ്മൾ തമാശ പറയാറുണ്ട്. എത്രയോ പേരുടെ അടുത്ത് എത്രയോ നടന്മാരും നടിമാരൊക്കെ വന്നിട്ടുണ്ട്. നടന്മാരോടും നടിമാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. കുറച്ച് ഇനി മേല ഇമാതിരി ഭദ്രാവതി കോമഡി അടിച്ചിട്ടല്ല. ഈ ഒരു പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ചും ഇങ്ങനെ ഈ ഒരു പണക്കാരനായ ഒരാൾ, അയാൾക്ക് ഈ വഷളത്വം പറയാനുള്ള ഒരു ലൈസൻസ് ഉണ്ട് എന്ന് സമൂഹം ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിനെതിരായ ഒരു പോരാട്ടമാണ് ഇതിൽ. നിയമലംഘനം ഒരു ജന്മാവകാശമായി കരുതി ജീവിതം തന്നെ ഒരു ആഘോഷമായി കൊണ്ടാടുന്നവരും അപ്പോൾ ആ ഹണിയുടെ ആ വ്യക്തിപരമായ ചോയ്സിൽ പോലും ഇടപെട്ടുകൊണ്ട് മനഃപൂർവ്വം അപമാനിക്കുന്നതായി തോന്നിയിട്ടില്ല. അത്തരക്കാരെ കൂടി അകത്താക്കേണ്ടതല്ലേ? ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കേണ്ടേ? ഹണി ഒരു ക്രൂസൈഡറായി ഇറങ്ങുകയാണെങ്കിൽ അത് നടക്കുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഇനിയും മുമ്പോട്ട് കംപ്ലൈന്റുകൾ ഉണ്ടാവും. നമുക്ക് നിയമം സംരക്ഷിക്കാൻ മൊത്തം ജീവിതം തീരെഴുതി കൊടുക്കാൻ തീരുമാനിച്ചു. തുടർച്ചയായിട്ട് താങ്കൾ പറഞ്ഞല്ലേ, ഒന്നിൽ കൂടുതൽ തവണ പറഞ്ഞു? അല്ല, അതൊരു പ്രാവശ്യം പറഞ്ഞുള്ളൂ. പിന്നെ അടുത്ത ഇനാഗ്രേഷൻ ഇതുപോലെ വേറെ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായി. ലൗകികമായ തൃഷ്ണകളെ നമ്മൾ അതിജീവിക്കണം. വിളിച്ചോ അദ്ദേഹം? ഞങ്ങളുടെ മാധ്യമത്തിലൂടെ അദ്ദേഹം ഒരു മാപ്പ് പറഞ്ഞിരുന്നു, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്നൊക്കെ. മര്യാദയായിട്ട് പെരുമാറി. മാപ്പ് മാപ്പ് മാപ്പ്.